ഹലോ, ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അത് ചൂടായിട്ട് വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് ചൂടായിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. 2 പച്ചമുളക് കട്ട് ചെയ്തത്. എല്ലാം കൂടി നന്നായി വഴറ്റി കൊടുക്കാം. ഇതേ സമയം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു പിടിയോളം തേങ്ങയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓരോരുത്തർ ഉണ്ടാക്കുന്ന തോരനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തണം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതെല്ലാം കൂടി നന്നായിട്ട് അതിൻ്റെ മണമൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി മൂടി വെച്ച് കൊടുക്കാം. അതെല്ലാം ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ഇല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ സ്വാദിഷ്ടമായ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.